പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവവചന പഠനമായി ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ മാത്യു പി തോമസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. തിയോളജി എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ബ്രേക്കിന് ശേഷം വീണ്ടും നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രാർത്ഥിച്ചാണ് ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്ര സർവസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പായി പ്രവാസമെത്തിനായി വിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന അവിടുത്തെ വിശുദ്ധപാദപ്പെടുത്ത കർത്താവേ, സ്തോത്ര ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ തക്കാണ് കർത്താവേ, അവിടുത്തെ അടിമ കർത്താവേ, അവിടുത്തെ മക്കളാണ് ഞങ്ങൾ കർത്താവെ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ സ്തോത്ര ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്, വചനം പഠിപ്പിക്കുന്ന ദേവദാസന കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ വചനത്തിന്റെ മർമ്മങ്ങളെ കർത്താവ് സ്തോത്ര അദ്ദേഹത്തിന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാവിൽ കൂടി കർത്താവെ, സ്തോത്ര പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, കടന്നു വരുന്ന ഓരോരുത്തരും കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ കർത്താവെ സ്തോത്രം. ബൈബിൾ സ്റ്റഡിക്കായി കർത്താവെ സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന കർത്താവ് ഷാജി പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ്, ലാലു പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്ര. കുടുംബമായിട്ട് കർത്താവ് അവിടുന്ന് അനുഗ്രഹിക്കണം, മാനിക്കണം. ഇതിന്റെ പിന്നണി പ്രവർത്തിക്കുന്ന ഓരോരുത്തരും സ്വർഗത്തിലെ കരങ്ങൾ കർത്താവെ സ്തോത്ര. അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കണം, മാനിക്കണം. ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, തിരുസാന്തി കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദേവദാസന കർത്താവ് സ്തോത്ര. സ്വർഗം കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. മഹത്വം സ്വർഗത്തിൽ അപ്പനെടുക്കണം. സർവശക്തനായ കർത്താവ് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പാ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ഹാർഡോൾ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു പി തോമസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കും. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും രണ്ടാഴ്ചത്തെ ബ്രേക്കിന് ശേഷം വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവമായ കർത്താവ് സാവകാശം തന്നല്ലോ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിയോളജി എന്ന സബ്ജക്റ്റ് നാം തുറമാനമായി പഠിച്ചുകൊണ്ടിരുന്നു. വിശേഷാൽ നമ്മുടെ അഗാപ്പെ ബൈബിൾ കോളേജിന് ഇന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയ പാസ്റ്റർ ലാലു ജേക്കബ്, അതോടൊപ്പം ദൈവജന പഠനത്തിനായി ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനം ഈ സമയം അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ ഒരുമിച്ച് തിയോളജിയെക്കുറിച്ചും സിസ്റ്റമാറ്റിക് തിയോളജിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ഓരോ സെക്ഷൻസ് നമ്മൾ പഠിച്ചുകൊണ്ടേയിരുന്നു. അതിൽ പ്രധാനമായും ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നത് അഥവാ അടുത്ത സെക്ഷൻ ഏഞ്ചലോളജി ആണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് കൊണ്ട് മറന്നുപോയി എങ്കിൽ ഒന്ന് ഓർപ്പിക്കുവാൻ വേണ്ടി അത് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഓർക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തന്നെ സിസ്റ്റമാറ്റിക് തിയോളജിയുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞത് വേദപുസ്തക പഠനം അല്ലെങ്കിൽ ബിബ്ലിയോളജിയാണ്. ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് കൊണ്ട് മറക്കാതിരിക്കാൻ ഒരു മിനിറ്റ് എടുക്കുന്നതേ ഉള്ളൂ. തിയോളജി പ്രോപ്പറാണ്. രണ്ടാമത്തെ ദൈവത്തെക്കുറിച്ചുള്ള പഠനം. മൂന്നാമത്തേത് ക്രിസ്റ്റോളജി അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പഠനം. നാലാമത്തേത് ന്യൂമറ്റോളജി, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനം. അഞ്ചാമത് ഏഞ്ചലോളജി. 6 ആന്ത്രപ്പോളജി, മനുഷ്യനെ കുറിച്ചുള്ള പഠനം. 7 ഹാമാർട്ടിയോളജി, പാപത്തെക്കുറിച്ചുള്ള പഠനം. 8 സൊറ്റീരിയോളജി, രക്ഷയെക്കുറിച്ചുള്ള പഠനം. 9 എക്ലീഷിയോളജി, സഭയെക്കുറിച്ചുള്ള പഠനം. 10 എസ്കറ്റോളജി, അന്ത്യകാല സംഭവങ്ങൾ അല്ലെങ്കിൽ ഭാവികാല സംഭവങ്ങൾ. ഇതാണ് നമ്മൾ പഠിച്ചു തീർക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 4 സെക്ഷൻസ് നമ്മൾ കഴിഞ്ഞ
ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അഞ്ചാമത്തേത് ഏഞ്ചലോളജി. ഏഞ്ചലോളജി അല്ലെങ്കിൽ ദൂതശാസ്ത്രം എന്ന് പറയും. ദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എന്താ അതിൻ്റെ ഒരു മുഖവുരയായിട്ട് പറയുന്നത്? ഓക്കെ, ദൂതന്മാരെ കുറിച്ചുള്ള പഠനം, ഏഞ്ചൽ പ്ലസ് ലോഗോസ്, അതാണ് ഏഞ്ചലോളജി. ദൂതന്മാരെ കുറിച്ച് ഉള്ള ഒരു പഠനം. വേദശാസ്ത്ര പഠനത്തിൽ പ്രാധാന്യമേറിയ ഒരു സെക്ഷൻ തന്നെയുമാണ് ഏഞ്ചലോളജി. എന്നാൽ പൊതുവെ ദൈവമക്കൾ അവഗണിക്കുന്നതും ഈ ഏഞ്ചലോളജിയാണ്. പൊതുവെ ഒത്തിരി ദൈവഭൃത്യന്മാരും പഠിക്കുന്ന ഒരു ഏഞ്ചലോളജി പൊതുവെ അവഗണിച്ചു കളയും. പക്ഷെ അങ്ങനെ അവഗണിക്കാനുള്ള ഒരു വിഷയമല്ല ഏഞ്ചലോളജി. ആത്മലോകത്തെക്കുറിച്ചുള്ള പഠനം നമുക്കൊരിക്കലും അവഗണിക്കാൻ പാടില്ല. മനുഷ്യദൃഷ്ടിക്ക് അദൃശ്യമായ നിരവധി സത്യങ്ങളുണ്ടെന്ന് ശാസ്ത്രലോകം സമ്മതിക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മനുഷ്യവർഗത്തിൽ നിന്നും ത്രിയേക ദൈവത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഗണം സ്വർഗീയ ജീവികളുണ്ട്. ഇവരെയാണ് നമ്മൾ ദൂതന്മാർ എന്ന് വിളിക്കുന്നത്. മനുഷ്യവർഗത്തിൽ നിന്നും ത്രിയേക ദൈവത്തിൽ നിന്നും വിഭിന്നമായ ഒരു ഗണം സ്വർഗീയ ജീവികൾ, ഇവരെയാണ് നമ്മൾ ദൂതന്മാരെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ദൂതന്മാരെ കുറിച്ച് ഈ ബൈബിളിനകത്ത് ദൂതൻ എന്ന് പറയുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം 28:12 ദൂതൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 1:6 ദൈവപുത്രന്മാർ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ദൂതന്മാരെ തന്നെ ദൈവപുത്രന്മാരെന്നൊരു പേരിലും വിളിച്ചിട്ടുണ്ട്. നമ്മൾ ശരിയായി ഓർക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ പാഠങ്ങൾ. അപ്പോൾ തന്നെ വിശുദ്ധന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 89 സങ്കീർത്തനത്തിനകത്ത് 5-7 വാക്യങ്ങളിൽ വിശുദ്ധന്മാരെന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൂതന്മാരെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന പദം 1 ശമൂവേൽ 1:11 സ്വർഗത്തിലെ സൈന്യം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ സൈന്യം. അപ്പൊ ഇതെല്ലാം ദൂതന്മാരെ കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളാണ്. തീർന്നില്ല, ദേവസഭ എന്ന് 82 കീർത്തനത്തിന് 1-ാം വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നിരീക്ഷകൻ എന്ന് ദാനിയേലിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ ഇത് ഓർമ്മപ്പെടുത്തുന്നതിന്റെ കാരണം, അപ്പൊ ഈ ദൂതന്മാർക്ക് ഇങ്ങനെയുള്ള ധാരാളം പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റഡി അബൌട്ട് ഏഞ്ചൽസ്, ദൂതന്മാരെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് നമ്മൾ ഏഞ്ചലോളജി എന്ന് പറയുന്നത്. ഓക്കെ, മുഖവരയുടെ സെക്ഷൻ നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് കരുതുന്നു. ദൂതന്മാർക്ക് ദൂതനെന്നും ദൈവപുത്രന്മാരെന്ന്, വിശുദ്ധന്മാരെന്ന്, സ്വർഗത്തിലെ സൈന്യമെന്ന്, ദേവസഭയെന്ന്, വിശുദ്ധന്മാരുടെ സംഘമെന്ന്, സേവകാത്മാക്കളെന്ന്, നിരീക്ഷകനെന്ന്, ഇതിൻ്റെ എല്ലാം വാക്യവും ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ദൂതന്മാരെ കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ ദൂതന്മാരെ കുറിച്ച് പഠിക്കുവാൻ നമ്മൾ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏഞ്ചലോളജി അല്ലെങ്കിൽ ദൂതശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനോറ്റി മീൻസ് ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്നാണ്. ഇനോറ്റി പഴയ നിയമത്തിനകത്ത് 108 പ്രാവശ്യം ദൂതന്മാരെന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിൽ 165 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. മൊത്തം 273 പ്രാവശ്യം ദൂതൻ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ. അത് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒരു കാര്യം ഉപയോഗിച്ചെന്ന് മാത്രം. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ 108 പ്രാവശ്യം, ന്യൂ ടെസ്റ്റ്മെന്റിൽ 165 പ്രാവശ്യം, മൊത്തം 273 പ്രാവശ്യം. ടെർമിനോളജീസ് എന്തൊക്കെയാണ്?
അത് മലക്. എബ്രായ ഭാഷയിൽ മലക് എന്ന മലക്. മലയാളത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് മലക്. ഇതാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം. ഇംഗ്ലീഷ് ഭാഷയിൽ സൗണ്ട് ബ്രേക്ക് ആകുന്നുണ്ട് കേട്ടോ. നെറ്റിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ. ഓക്കെ. നെറ്റിന് എന്തോ ഇന്നൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ 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 ഓക്കെ, തുടർന്നു. അപ്പൊ നോക്കുക, എബ്രായ ഭാഷയിൽ മലക്ക് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ ആംഗ്ലോസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ഏഞ്ചൽ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ. മലയാളം ഭാഷ നമ്മൾ മാലാഖ എന്ന് പറയും. മാലാഖ അല്ലെങ്കിൽ ദൂതന്മാർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. ദെൻ ടൈപ്സ് ഓഫ് ഏഞ്ചൽസ്. മാലാഖമാരെ ഏഞ്ചൽസിനെ തന്നെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയുന്നു. പാസ് ചെയ്യുന്നില്ല. ഓക്കെ. 2 types of angels. ഒന്ന് ഹോളി ഏഞ്ചൽസ് എന്ന് പറയുന്നു. ഹോളി ഏഞ്ചൽസ് അവരെ നമ്മൾ വിശുദ്ധ ദൂതന്മാരെന്ന് പറയുന്നു. അപ്പോൾ തന്നെ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈവിൾ ഏഞ്ചൽസ് എന്നാണ്. ഈവിൾ ഏഞ്ചൽസ് അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാർ. വീണുപോയ ദൂതന്മാർ അതാണ് നമ്മൾ രണ്ടാമത് ഉപയോഗിച്ചത്. ഇതാണ് 2 ടൈപ്പ്. ഓക്കെ. അങ്ങനെ വിവിധ രീതികളിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കി വരുന്നത് കൊണ്ട് ഓക്കെ. ഡിഫറെന്റ് റിലീജിയൻ വ്യൂസ്. നമുക്ക് പെട്ടെന്ന് ഈ ദൂതന്മാരെ കുറിച്ച് വിവിധ മതങ്ങളിൽ എന്താണ് പറയുന്നത്, വിവിധ മതവീക്ഷണം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒന്ന് ഹിന്ദു മതത്തിൽ ഹിന്ദുക്കൾ ഇതിന് പറയുന്ന മൂർത്തികളാണ്. മൂർത്തികൾ. ബുദ്ധിസ്റ്റ് ഇതിന് പറയുന്നത് സേവകരായ ദൂതന്മാരാണ് അല്ലെങ്കിൽ ബുദ്ധമതം. ജുഡായിസം അല്ലെങ്കിൽ യഹൂദ മതം, അതാണ് ജുഡായിസം. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ആത്മജീവികൾ, ശക്തികൾ, അധികാരങ്ങൾ ഇവയുണ്ടെന്നുള്ള വിശ്വാസക്കാരാണ് ജുഡായിസം. ക്രിസ്ത്യൻസ്, ഇസ്ലാം, സെയിം ആസ് എബോവ്. ഇത് തന്നെയാണ് ക്രിസ്ത്യാനികളുടെയും ഇസ്ലാമിൻ്റെയും വിശ്വാസം. ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ആത്മജീവികളുണ്ട്, ശക്തികളുണ്ട്, അധികാരങ്ങളുണ്ട്. ഓക്കെ. നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദികൾ പറയുന്നത് ആത്മജീവികളെയും അവിടെ വസിക്കുന്ന ആത്മാക്കളെയും അവർ വിശ്വസിക്കുന്നുണ്ട്.
സി ബൈബിൾ, അതുപോലെ ജൂയിഷ് തൽമൂദുകൾ നോൺ കാനോനിക് ബുക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിയോളജി ഇതുവരെ പഠിച്ചവർക്ക് അത് വളരെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ബൈബിൾ വേദപുസ്തകം, ജൂയിഷ് തൽമൂദുകൾ അവരുടെ യഹൂദ പാരമ്പര്യങ്ങൾ, നോൺ കാനോനിക് ബുക്സ്. നോൺ കാനോനിക് എന്ന് പറയുമ്പോൾ കാനോനികമല്ലാത്ത ബുക്കുകളെയാണ് അപ്പോക്രിഫ എന്ന് പറയുന്നത്. അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ, ഇതിനകത്തൊക്കെ ദൂതന്മാരുടെ ചില പേരുകൾ കൊടുത്തിട്ടുണ്ട്. ബൈബിളിനകത്ത് മീഖായേലിന്റെ പേരുണ്ട്, ഗബ്രിയേലിന്റെ പേരുണ്ട്, ലൂസിഫറിന്റെ പേരുണ്ട്. ഈ 3 ദൂതന്മാരുടെ പേര് നമ്മുടെ ബൈബിളിനകത്തുണ്ട്. മീഖായേൽ, ഗബ്രിയേൽ, ലൂസിഫർ. അപ്പം തന്നെ ജൂവിഷ് തൽമൂദുകളും നോൺ കാനോനിക് ബുക്സും ഒക്കെ നോക്കിയാൽ റഫായേൽ ഒരു ദൂതനായിരുന്നു, ഊരിയേൽ ഒരു ദൂതനാണ്, രഘുവേൽ ഒരു ദൂതനാണ്, സരിയേൽ, റെമിയേൽ. ഇങ്ങനെ ഇത്രയും ദൂതന്മാരെ കുറിച്ചുള്ള പേരുകളൊക്കെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലും യഹൂദന്മാരുടെ തൽമൂദുകളിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഡെഡ് സീ സ്ക്രോളുകൾക്കകത്ത് അല്ലെങ്കിൽ ചാവുകടൽ ചുരുളിനകത്ത് വെളിച്ചത്തിന്റെ ദൂതൻ, ഇരുളിന്റെ ദൂതൻ, നാശത്തിന്റെ ദൂതൻ, വിശുദ്ധിയുടെ ദൂതന്മാർ എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഡെഡ് സീ സ്ക്രോൾസ് ഒക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ടാണ് ചാവുകടൽ ചുരുൾ. ചാവുകടൽ ചുരുളിനകത്ത് വെളിച്ചത്തിന്റെ, ഇരുളിന്റെ, നാശത്തിന്റെ, വിശുദ്ധിയുടെ എന്നിങ്ങനെ 4 ടൈപ്പ് ദൂതന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ വേദപുസ്തകം എന്ന് പറയുന്നത് ബൈബിൾ സേസ് അബൌട്ട് ഏഞ്ചൽസ്. എന്താണ് ബൈബിൾ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നോക്ക്, അക്കോർഡിംഗ് ടു പോൾ, പൗലൂസിന്റെ വീക്ഷണത്തിൽ എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം, കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന് 15-ാം വാക്യം, ഇതൊക്കെ നമ്മൾ എടുത്തു വായിച്ചാൽ അവിടെ ശ്രേഷ്ഠതകൾ, ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? ശ്രേഷ്ഠതകൾ, ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, സിംഹാസനങ്ങൾ. അപ്പം വാഴ്ചകളും അധികാരങ്ങളും ശക്തിയും ശ്രേഷ്ഠതയും സിംഹാസനം ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം ഉപയോഗിച്ച് ഡൊമീനിയൻ, പവേഴ്സ്, റൂളേഴ്സ് ഓഫ് ദി ഡാർക്ക്നെസ്, സ്പിരിച്വൽ ഹോഴ്സ് ഓഫ് വിക്കറ്റ്നെസ് ഇൻ ഹെവൻലി പ്ലേസസ്, ദെൻ പ്രിൻസിപ്പാലിറ്റീസ്, സ്വലോകങ്ങളുടെ ദുഷ്ടാത്മസേന. ഇതൊക്കെ എഫെസ്യ 6:12 കൊലോസ്യർ 2:15 ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ബൈബിൾ വീക്ഷണത്തിൽ നമുക്കിങ്ങനെ ദൂതന്മാരെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് ഹെഡിങ്, ദ നേച്ചർ ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാരുടെ പ്രകൃതി എന്താണ്? ദൂതന്മാരുടെ പ്രകൃതി, നേച്ചർ ഓഫ് ഏഞ്ചൽസ്. നോക്കൂ, ഏഞ്ചൽസ് ഹാവ് ബിഗിനിങ്. ശ്രദ്ധിക്കണേ, ഇതുവരെ മുഖവരിയാന്ന് കൂട്ടിക്ക് ഇവിടെ തൊട്ട് വളരെ ശ്രദ്ധാപൂർവം പഠിക്കണം. ഏഞ്ചൽസ് ഹാവ് ബിഗിനിങ്. ദൂതന്മാർക്ക് ആരംഭം ഉണ്ട്. ദൂതന്മാർ സൃഷ്ടികളാണ്. ശ്രദ്ധാപൂർവം പഠിക്കണം. ദൂതന്മാർ സൃഷ്ടികളാണ്. ദൂതന്മാർക്ക് ആരംഭമുണ്ട്. ഓക്കെ, നെഹമ്യ 9:6. ഓക്കെ, നമുക്ക് വായിക്കുകയും കൂടെ ചെയ്യാമല്ലോ. വായിക്കാൻ വേണ്ടി നിയുക്തരായിട്ടുള്ളവരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ എടുത്തു വായിച്ചോളൂ. നീ മാത്രം യഹോവയാകുന്നു. നീ ആകാശത്തെയും സ്വർഗാതിസ്വർഗത്തെയും അവയിലെ സകല സൈന്യത്തെയും ഭൂമിയെയും അതിലുള്ള സകലത്തെയും സമുദ്രങ്ങളെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി. നീ അവയൊക്കെയും രക്ഷിക്കുന്നു. ആകാശത്തിലെ സൈന്യം നിന്നെ നമസ്കരിക്കുന്നു. മതി. നീ മാത്രം യഹോവ, ബാക്കി മുഴുവൻ സൃഷ്ടിയാണെന്ന് അവിടെ പറഞ്ഞില്ലേ? മുഴുവൻ സൃഷ്ടിയാണ്. ദൈവം മാത്രം സൃഷ്ടിതാവാണ്, ബാക്കിയെല്ലാം സൃഷ്ടികളാണ്. ദൂതന്മാർ സൃഷ്ടികളാണ്. ആകാശം, ഭൂമി ഇവ സൃഷ്ടികളാണ്. സസ്യങ്ങൾ സൃഷ്ടിയാണ്. മുഴുവൻ സൃഷ്ടികളാണ്. ദൂതന്മാരും ആ ഗ്രൂപ്പിൽ തന്നെ പെടുന്നവരാണ്. ദൂതന്മാർ സ്വയംഭൂവല്ല. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ
സ്വയംഭൂവാന്ന് പഠിച്ചു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചപ്പോൾ സ്വയംഭൂവാന്ന് പഠിച്ചു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ സ്വയംഭൂവാന്ന് പഠിച്ചു. ദൂതന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കൂ, ദൂതന്മാർ സ്വയംഭൂവല്ല, ദൂതന്മാർക്ക് ആരംഭമുണ്ട്. ദൂതന്മാർ സൃഷ്ടികളാണ്. സങ്കീർത്തനം 33:6. യഹോവയുടെ വചനത്താൽ ആകാശവും അവന്റെ വായിലെ ശ്വാസത്താൽ അതിലെ സകല സൈന്യവും ഉളവായി. അപ്പൊ സകല സൈന്യവും എന്ന് പറഞ്ഞത് ദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പോ അവന്റെ വായിലെ വാക്കുകളാൽ തന്നെ സകല സൈന്യത്തെയും ഉളവാക്കിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 103-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഓക്കെ, കണ്ടോ? അപ്പം അവൻ നിർമ്മിച്ച, അവന്റെ ഇഷ്ടപ്രകാരം നിർമ്മിച്ച ദൂതസേനകളാണ്. അവറ്റകൾ ദൈവത്തെ സ്തുതിക്കണം എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഓക്കെ, ബാക്കി വാക്യങ്ങൾക്കകത്ത് എല്ലാം അത് തന്നെ. എന്നാൽ സൃഷ്ടിയുടെ സമയം വ്യക്തമാക്കിയിട്ടില്ല. എപ്പോഴാ സൃഷ്ടിച്ചതെന്നൊരു ടൈം നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കുന്നില്ല. എന്നാൽ ഞാൻ അതിനെ ചിന്തിക്കാൻ ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ട്. മനുഷ്യ സൃഷ്ടിക്ക് മുൻപ് ആണ് ദൂതന്മാരെ സൃഷ്ടിച്ചത്. ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുൻപ് ദൂതന്മാരെ സൃഷ്ടിച്ചു എന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് 38-ാം അധ്യായത്തിൽ 4 മുതൽ 7 വരെ വായിക്കുമ്പോൾ മനുഷ്യ സൃഷ്ടിക്ക് മുമ്പും ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിന് മുമ്പും ദൂതന്മാർ സൃഷ്ടിക്കപ്പെട്ടതായി നമുക്ക് രേഖ ലഭിക്കുന്നു. വായിച്ചു നോക്കൂ. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്ക. അതിന്റെ അളവ് നിയമിച്ചവൻ ആർ? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചവൻ ആർ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവൻ ആർ? ഓക്കെ, എത്ര ക്ലിയർ ആണെന്ന് നോക്കി. അപ്പൊ ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ദൈവപുത്രന്മാർ അല്ലെങ്കിൽ ദൂതന്മാർ അവര് സന്തോഷിച്ചു, ആർത്തട്ടഹസിച്ചു. അപ്പൊ ഈ ഭൂമിയുടെ അടിസ്ഥാനത്തിന് മുൻപ് ദൈവം സൃഷ്ടിച്ച ആത്മജീവികളാണ് ദൂതന്മാർ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, മനുഷ്യ സൃഷ്ടിക്ക് മുൻപ്, ബിഫോർ ദി ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ് ആൻഡ് ബിഫോർ ദി ക്രിയേഷൻ ഓഫ് ദി എർത്ത്. അല്ലെങ്കിൽ ബൈബിൾ ആദ്യം ആരംഭിക്കുന്ന ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത് എന്നാണല്ലോ. അതിനു മുൻപാണ് ദൂതന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ദൂതന്മാർ മറ്റൊരു പ്രത്യേകത, അവർ ആത്മാക്കളാണ്. ആത്മാക്കളാണ്. എബ്രായലേഖനം 1-ന്റെ 14-ാമത്തെ വാക്യത്തിൽ നാം നോക്കുമ്പോൾ അത് ഗ്രഹിക്കാൻ പറ്റും. അവർ ആത്മാക്കളാണ് ഈ ദൂതസേനകൾ, ദൂതന്മാർ. ഓക്കെ, ഈ ദൂതന്മാർക്ക് അനശ്വരതയുണ്ട്. അവർ നശിക്കുന്നില്ല. അവർ സൃഷ്ടികളാണ്, സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു പിന്നെ അവർക്ക് നാശമില്ല, അനശ്വരതയുണ്ട്. ലൂക്കോസിന് സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 35-36 വാക്യങ്ങൾക്കകത്ത് അതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുക. ലൂക്കോസ് ഒന്ന് വായിക്കും. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കുകയുമില്ല. അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല. അവർ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. ഓക്കെ, എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. വിവാഹവും വിവാഹ ജീവിതവും ഒക്കെ ഈ ലോകത്തിലേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് അങ്ങേ ലോകത്തിൽ കുടുംബജീവിതമില്ല, വിവാഹമില്ല, വിവാഹ ജീവിതമില്ല. ദൈവദൂത തുല്യന്മാരായി മാറും എന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പൊ ദൂതന്മാർ അനശ്വരത ഉള്ളവരാണ്. ദൂതന്മാർ വലിയ ശക്തന്മാരാണ്. നമുക്കറിയാം, അരാമ്യ പാളയത്തിൽ ഒരു ദൂതൻ ഇറങ്ങിയപ്പം എത്ര പേരെയാ കൊന്നത്? ഒറ്റ ദൂതന്റെ പവർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ വലിയ ശക്തന്മാരാണ്. ഞാനുണ്ട് പുതിയ നിയമത്തിലെ
ഒരു വാക്യം ഇവിടെ നോട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ദൂതന്മാർ വലിയ ശക്തന്മാരാണ്. നമ്മളെക്കാളൊക്കെ ശക്തിയുള്ളവരാണ് ദൂതസേനകൾ. ദൈവമുഖം കാണുന്നവരാണ് ഈ ദൂതന്മാർ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 10-ാം വാക്യത്തിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മത്തായി 18:10 ഒന്ന് വായിച്ചു നോക്കൂ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഓക്കെ, ദൈവമുഖം കാണുന്നവരാണ് ഈ ദൂതസേനകളല്ല. ഇനി ഈ വാക്യത്തിൽ ക്ലിയർ ആയിട്ട് കിട്ടില്ല, പേടിക്കുന്ന ഇഷ്ടംപോലെ വാക്യങ്ങൾ ഇനി മുന്നോട്ട് വരാൻ പോവാ. അപ്പൊ നോക്കൂ, നേച്ചർ ഓഫ് ഏഞ്ചൽസ്. അവർക്ക് ആരംഭമുണ്ട്, സൃഷ്ടികളാണ്. സൃഷ്ടി സമയം വ്യക്തമായിട്ടില്ല, ആക്കിയിട്ടില്ല. എന്നാൽ മനുഷ്യ സൃഷ്ടിക്ക് മുൻപാണ്, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപാണ്. അവരാത്മാക്കളാണ്, അവർക്ക് അനശ്വരതയുണ്ട്, അവർ വലിയ ശക്തന്മാരാണ്, ദൈവമുഖം കാണുന്നവരാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ്, ദൂത സമൂഹം. ഓക്കെ, ദൂത സമൂഹത്തെ കുറിച്ച് നാം നോക്കുക. ഹോസ്റ്റ് ഓഫ് ഏഞ്ചൽസ്, നമ്പർ ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ എണ്ണം. ഓക്കെ, ഡ്യൂട്ടറോണമി എന്ന് പറയുമ്പോൾ ഒന്നെടുത്ത് വായിക്കാം. 33:2. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ സിയോനിൽ നിന്ന് വന്നു, അവർക്കു സേയിരിൽ നിന്ന് ഉദിച്ചു, പാരാൻ പർവ്വതത്തിൽ നിന്ന് വിളങ്ങി, ലക്ഷോപലക്ഷം വിശുദ്ധന്മാരുടെ അടുക്കൽ നിന്ന് വന്നു. അവർക്കു വേണ്ടി അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ വലം കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ലക്ഷോപലക്ഷം പേരുടെ അടുക്കൽ. ദൈവസീനായിൽ നിന്ന് വന്നു, ലക്ഷോപലക്ഷം. ദൂതന്മാരുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കൂ, ലക്ഷോപലക്ഷം. ലക്ഷം ഇൻറ്റു ലക്ഷം. സങ്കീർത്തനങ്ങൾ 68:17 ഉപയോഗിച്ചിരിക്കുന്നതോ, ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000-ഉം കോടി-കോടിയുമാകുന്നു. കർത്താവ് അവരുടെ രഥങ്ങൾ 1000-1000-ഉം കോടി-കോടിയുമാകുന്നു. കർത്താവ് അവരുടെ ഇടയിൽ സിനായിൽ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എന്താ പറഞ്ഞിരിക്കുന്നത്? ദൂതന്മാരുടെ എണ്ണം കോടിക്കോടിയാണ്. ആവർത്തന പുസ്തകത്തിൽ എഴുതിയത് ലക്ഷോപലക്ഷം എന്ന് എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനത്തിൽ കോടിക്കോടി എന്ന് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കും. അപ്പൊ ഈ ദൂതന്മാരുടെ എണ്ണം എത്ര ഭയങ്കരമാണ്, എത്രയോ വലുതാണ്. ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ഏഞ്ചൽസ്, ദൂതന്മാരുടെ വാസം. നോക്കൂ, പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരുന്നു. ഈ 32:4-7 വരെ ഇനി വായിക്കേണ്ട, നമ്മളൊന്ന് വായിച്ചതാ. യെശയ്യാവിന്റെ പുസ്തകം എടുക്കുക, 6-ാം അധ്യായം 1-6 വരെയുള്ള വാക്യങ്ങൾ വളരെ വേഗം ഒന്ന് വായിച്ചാൽ. ഉസ്സിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ സൈന്യം കൊണ്ട് യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കും ശബ്ദം. പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപ് ദൈവത്തോടൊപ്പം സ്വർഗത്തിലായിരുന്നു ഈ ദൂതസേനകളെല്ലാം. ഉണ്ടോ? ഒരുത്തനോട് ഒരുത്തൻ പറയുന്ന വാക്ക് തന്നെ പരിശുദ്ധൻ 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 എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം വിശുദ്ധ തൃത്വമാണ് പ്രിയരെ. കേട്ടോ, വിശുദ്ധ തൃത്വം. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, വിശുദ്ധ തൃത്വമാണ് ഈ ദൈവം. ആ ദൈവത്തെയാണ് ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. The next one, angels have personality. ദൂതന്മാർ ആളത്വമുള്ളവരാണ്. ആളത്വത്തിന്റെ ലക്ഷണമാണല്ലോ ബുദ്ധിയും വികാരവും ഇച്ഛാശക്തിയും ഒക്കെ.
അതുകൊണ്ട് ഞാൻ 3 വാക്യം ഇവിടെ കുറിച്ചിട്ടുണ്ട്. 1 പത്രോസ് 1:12, ഇയ്യോബിന്റെ പുസ്തകം 38:14, യെശയ്യാവ് 14:12. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് വർഷിപ്പ് കാണാൻ പോലും ദൂതന്മാർ കൊതിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരതിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുക. ബുദ്ധിയുള്ളവരാണ്. ഈ ഒരു പുസ്തകത്തിനകത്ത് ഇനി വായിക്കണമെന്നില്ല. അവർ ആർത്തു ഉല്ലസിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വികാരം. യെശയ്യാവിന്റെ പുസ്തകത്തിൽ നോക്കൂ, 14-ാം അധ്യായം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. യെശയ്യാവ് 14:12. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്തു വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്കു മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ശ്രദ്ധിക്കൂ, ലൂസിഫർ എന്ന് ഇംഗ്ലീഷിൽ കിടക്കുന്നു. മലയാളത്തിൽ ലൂസിഫർ എന്നൊരു പദമില്ല. മലയാളത്തിൽ അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ അരുണോദയപുത്രനായ ശുക്ര എന്ന് വിളിച്ചിരിക്കുക. ശുക്രൻ അദ്ദേഹത്തെ വെട്ടി നിലത്തിട്ടതായിട്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നമ്മ ഇപ്പൊ അതിൽ നിന്ന് പഠിക്കാൻ പോകുന്ന അവന്റെ ഇച്ഛാശക്തിയാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം അവന്റെ മുകളിൽ വയ്ക്കും. അവന്റെ ഇച്ഛാശക്തി. അപ്പൊ ദൂതന്മാർക്ക് ഇച്ഛാശക്തി ഉള്ളവരാണ്. ദൂതന്മാർക്ക് വികാരമുണ്ട്, ദൂതന്മാർക്ക് ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് ദൂതന്മാർ ആളത്വമുള്ളവരാണ് എന്ന് നാം പറയും. ആളത്വം അല്ല ആണത്വം, രണ്ടും രണ്ടാണ്. നേരത്തെ പറഞ്ഞാണ്, നിങ്ങൾക്കറിയാം. ആളത്വമുള്ള പേഴ്സണാലിറ്റി ഉള്ളവരാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിസ്പോസിഷൻ ഓർ അറേഞ്ച്മെന്റ്സ് ഓഫ് ഏഞ്ചൽസ്. ദൂതന്മാരുടെ വിന്യാസം എന്താ? ദൂതന്മാരെ എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത്? ശ്രദ്ധിക്കൂ, ദൂതന്മാർക്ക് സംഘടനയില്ല, പക്ഷെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സംഘടിതമാണ്. ഒന്നാമത്തെ വിങ്ങാണ് ഖെരൂബ് എന്ന് പറയും. ഖെരൂബുകൾ. ഉൽപ്പത്തി പുസ്തകം 3:24 വേഗം ഒന്ന് വായിക്കുമോ? 3:24 ഓഫ് ജനസിസ്. ഉൽപ്പത്തി. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. ഓക്കെ, കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തിയെന്ന് 3-ാം വാക്യത്തിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് നമ്മുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയായിരുന്ന ആദാം ഹവ്വാമാരെ ഇറക്കി വിട്ടതിന് ശേഷം കെരൂബുകളെ കാവലേൽപ്പിച്ചിരുന്നു. അതിനകത്ത് തിരിച്ചു കയറാൻ പറ്റിയില്ല. കണ്ടോ, ഖെരൂബ്. അപ്പൊ ഖെരൂബ് എന്ന പദം ഉൽപ്പത്തി പുസ്തകം 3:24 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഖെരൂബുകൾ. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന കെരൂബീം എന്ന് പറഞ്ഞ കെരൂബുകൾ എന്നാണ്. എബ്രായ പദമായി ഖെരൂബ് എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിലെ പദവാ ഖെരൂബുകൾ. പുറപ്പാട് പുസ്തകത്തിലും ഖെരൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. 25-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. പൊന്നുകൊണ്ട് 2 കെരൂബുകളെ ഉണ്ടാക്കണം. കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അടിപ്പുപണിയായി പൊന്നുകൊണ്ട് അവയെ ഉണ്ടാക്കണം. ഓക്കെ, ഈ സമാഗമന കൂടാരം പണിയുമ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നിയമപട്ടണത്തിന് 2 വശത്ത് 2 ഖെരൂബുകളെ നിങ്ങൾ പണിയണം.
അങ്ങനെ കെരൂബുകൾ അവിടെയുമുണ്ട്. ഓക്കെ, ദെൻ അടുത്ത ഞാൻ എഴുതിയിരിക്കുന്നത് ലൂസിഫർ ഈസ് വൺ ഓഫ് ദി കെരൂബിം. ലൂസിഫർ എന്ന് പറയുന്ന ആൾ കെരൂബായിരുന്നു. യെഹെസ്കേലിന്റെ പ്രവചന പുസ്തകത്തിനകത്ത് 28-ാം അധ്യായം 14-ാം വാക്യത്തിൽ അല്ലെ 16-ാം വാക്യത്തിൽ നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പ നിമിത്തം നിന്റെ ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, കെരൂബ്. നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് കെരൂബ്. അപ്പൊ ലൂസിഫർ കെരൂബായിരുന്നു. അപ്പൊ ഒന്നാമത്തെ ദൂതന്മാരുടെ വിന്യാസമാണ് കെരൂബുകൾ. രണ്ടാമത്തെ വിന്യാസമാണ് സാറാഫുകൾ, സെറാഫിംസ് ഉണ്ടോ? സെറാഫിം യെശയ്യാവ് ഇച്ചിരി മുമ്പ് നമ്മൾ വായിച്ചതാ, അവിടെ നല്ല ക്ലിയർ ആയിട്ട് വായിച്ചു. സാറാഫുകൾ 6 ചിറകുകൾ വീതമുള്ളവർ, 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് അവർ പാദം മൂടി, 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ സാറാഫുകൾ എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേരാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഗ്രൂപ്പാണ് ആർക്ക് ഏഞ്ചൽ എന്ന് പറയും, പ്രധാന ദൂതൻ. പ്രധാന ദൂതൻ ആരാ? മീഖായേൽ. യൂദായുടെ പുസ്തകം 9-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയോളൂ. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവീതി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രധാന ദൂതനായ മീഖായേൽ ഉണ്ടോ? ദാറ്റ്സ് ക്ലിയർ. മറ്റ് വാക്യങ്ങൾക്കകത്തും അത് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മീഖായേൽ. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഗബ്രിയേൽ. ഗബ്രിയേൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദൂതുവാഹിയാണ്, മെസ്സഞ്ചർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മെസ്സേജ് കൊണ്ട് കൊടുക്കുക. ദാനിയേൽ പ്രവചന പുസ്തകം 8-ാം അധ്യായം 16-ാം വാക്യം. ഗബ്രിയേല് ഇവന് ഈ ദർശനം ഗ്രഹിച്ചു കൊടുക്ക എന്ന് ഉലായിത്തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യൻ ശബ്ദം ഞാൻ കേട്ടു. ഓക്കെ, കണ്ടോ? ഗബ്രിയേലേ ഇതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു. 9:21 നമ്മൾ നോക്കിയാൽ ഞാൻ എന്റെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദിയെങ്കിൽ ഞാൻ അത്യന്തം ക്ഷീണിച്ചിരുന്ന സമയം ദർശനത്തിൽ കണ്ട ഗബ്രിയേൽ എന്ന പുരുഷൻ ഏകദേശം സന്ധ്യായാഗത്തിന്റെ നേരത്ത് എന്നോട് അടുത്ത് അവൻ വന്ന് എന്നോട് പറഞ്ഞെന്തെന്നാൽ, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ചു തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നു. അപ്പൊ നോക്കണേ, കെരൂബുകളുണ്ട്, സറാഫുകളുണ്ട്, പ്രധാന ദൂതനായ മിഖായേൽ ആർക്ക് ഏഞ്ചൽ ഉണ്ട്, ഗബ്രിയേൽ ഉണ്ട്, ദൂതുവാഹികളുണ്ട്, ദെൻ റൂളേഴ്സ് ഭരണാധികാരികളുണ്ട്. അതിലൊന്നാമത്താണ് പ്രിൻസിപ്പാലിറ്റീസ്, വാഴ്ചകൾ. രണ്ടാമത്തേത് പവേഴ്സ്, അധികാരങ്ങൾ, അതിൻ്റെ അധികാരങ്ങൾ. 3 ത്രോൺസ്, സിംഹാസനങ്ങൾ. 4 കർത്തൃത്വങ്ങൾ. 5 ശക്തികൾ. അപ്പൊ ഇങ്ങനെ റൂളേഴ്സിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വാഴ്ചകളും അധികാരങ്ങളും സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും ശക്തിയും ഇതൊക്കെ നമ്മൾ കൊലോസ്യരിലും എഫേസിലും ഒക്കെ വായിക്കുന്ന, ഇതെല്ലാം ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കൂ, സ്പെഷ്യൽ റൂളേഴ്സ്, പ്രത്യേക കാര്യനിർവഹണ ദൂതന്മാരുണ്ട്. അത് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലും 9-ാം അധ്യായം 14-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും ഒക്കെ ദൂതന്മാരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 8, 9, 14, 16 വെളിപ്പാട് പുസ്തകത്തിനകത്ത് മുഴുവൻ. ഇപ്പം വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ 7 മുദ്രകൾ, പിന്നീട് 7 കാഹളങ്ങൾ, പിന്നീട് 7 ക്രോധകലശങ്ങൾ. ഇതാണ് സത്യത്തിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ മഹോദര കാലത്തിലെ പ്രശ്നങ്ങൾ. ഇത്രേ ഉള്ളൂ: 7 മുദ്രകൾ, 7 കാഹളങ്ങൾ,
7 ക്രോധകലശങ്ങൾ. അപ്പൊ ഇത് ഓരോ ദൂതന്മാർ കൊണ്ടിടുന്നു. അതാണ് 8, 9, 14, 16 അധ്യായങ്ങൾക്കകത്ത് മുഴുവൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രത്യേക കാര്യനിർവഹണത്തിലുള്ള ദൂതന്മാര് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അറേഞ്ച്മെന്റ്സ് ഓഫ് ഏഞ്ചൽസ് മനസ്സിലായി. അവർക്ക് സംഘടനയില്ല, പക്ഷെ പ്രവർത്തനം സംഘടിതമാണ്. കെരൂബുകളുണ്ട്, സറാഫുകളുണ്ട്, ആർക്കേഞ്ചൽസ് ഉണ്ട്, ഗബ്രിയേൽ ഉണ്ട്, റൂളേഴ്സ് ഉണ്ട്, സ്പെഷ്യൽ റൂളേഴ്സ് ഉണ്ട്. നെക്സ്റ്റ് വൺ, ദൂതന്മാരുടെ സ്വഭാവം എന്താണ്? ക്യാരക്ടർ ഓഫ് ഏഞ്ചൽസ്. എന്താണ് ദൂതന്മാരുടെ സ്വഭാവം? സ്വഭാവശുദ്ധിക്ക് ദൈവത്തിന്റെ മനുഷ്യരുടെ മുമ്പിൽ അഗ്രഗണ്യരാകും. They are leading holy life before God and man. ഓക്കെ, അപ്പൊ ഒന്ന് വിശുദ്ധി, അവരുടെ സ്വഭാവം വളരെ വിശുദ്ധരാണ്. ദൂത സേനകൾ വിശുദ്ധന്മാരാണവർ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31-ാം വാക്യം, മനുഷ്യപുത്രൻ ഈ രണ്ട് തന്റെ വാക്യങ്ങൾക്ക് തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. ഓക്കെ, തന്റെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ. അപ്പൊ ദൂതന്മാർ വിശുദ്ധരാണ്. സ്വഭാവത്തിന് അവർ അഗ്രഗണ്യരാണ്. സ്വഭാവദൂഷം ഒന്നും പറയാൻ ദൂതന്മാരിൽ പറ്റില്ല, സാധ്യവുമല്ല. നെക്സ്റ്റ് വൺ, അനുസരണം, ഒബീഡിയൻസ്. അവരുടെ അനുസരണം നമ്മളൊന്ന് മനസ്സിലാക്കുക. അനുസരണം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കണമേ. ഓക്കെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സങ്കീർത്തനങ്ങൾ 103:20. സങ്കീർത്തനം അവന്റെ 20-ാം വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. കണ്ടോ എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞിട്ടുള്ളത്? അവനെ അനുസരിക്കുന്ന ദൂതന്മാർ. ഇനി ബഹുമാനം കൊടുക്കുന്നു, റെസ്പെക്ട് കൊടുക്കുന്നു. എബ്രായലേഖനം 1:6, ഒരു വാക്യമായ, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. എബ്രായലേഖനം 1:6 ഒന്ന് വായിച്ചു നോക്കി. ഹീബ്രൂസ് chapter 1:6. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ഞാൻ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് അരുളി ചെയ്തിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. അപ്പൊ ദൂതന്മാരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നവർ, ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ദൂതന്മാർക്ക് വിവേക ബുദ്ധിയുണ്ട്. ഓക്കെ, 1 പത്രോസിനെ നമ്മൾ വായിച്ചത് മുമ്പേ, പുതിയ നിയമ ആരാധന കാണുവാൻ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നു. 2 ശമൂവേൽ 14-ാം അധ്യായത്തിനകത്ത് 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ദൂതന്മാരുടെ വിവേക ബുദ്ധിയെ കുറിച്ച്, യജമാനായ രാജാവിന്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ, ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നും അടിയൻ വിചാരിച്ചു. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നോടുകൂടെ ഇരിക്കുമാറാകട്ടെ. രാജാവ് സ്ത്രീയോട്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, അത് എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. യജമാനായ രാജാവ് കൽപ്പിച്ചാലും എന്ന് സ്ത്രീ പറഞ്ഞു. ഓക്കെ, അപ്പം ദൂതന്മാരെ പോലെ ഇത്രയും വിവേക ബുദ്ധിയോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. നമ്മുടെ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കിയാൽ മതി. വിവേക ബുദ്ധിയുള്ള ദൂതന്മാർ. ദൂതന്മാർ സൗമ്യതയുള്ളവരാണ്. മീക്ക്നെസ്, വളരെ സൗമ്യതയുള്ളവരാണ് അവർ. ഇതിനകത്ത് ഇപ്പം യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിനകത്ത് മുമ്പ് നമ്മൾ വായിച്ചു, പ്രധാന ദൂതനായ മിഖായേൽ
മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് പിശാചിനെ വാദിക്കുമ്പോൾ കുറിച്ച് ഒരു ദൂഷണവിധി ഒരു ദൂഷണ വിധിയും ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർസിക്കട്ടെ കർത്താവ് എന്ന് നിന്നെ പറഞ്ഞത്. പഠിച്ചിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. കണ്ടോ, ഒരു ദൂഷണ വിധി ഉച്ചരിപ്പാൻ തുനിഞ്ഞില്ല. ദൂതന്മാർ വളരെ സൗമ്യതയുള്ളവരാണ്, വളരെ സൗമ്യതയുള്ളവരാണ്. അപ്പോൾ തന്നെ ഒരു വീര്യമുള്ളവരാണ്. സങ്കീർത്തനം 120 ഇനിയും വായിക്കണ്ട, നമ്മളവിടെ വായിച്ചു കഴിഞ്ഞു. അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ വീരന്മാർ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അവർ വീര്യമുള്ളവരാണ്. ഇപ്പൊ നോക്കൂ, ദൂതന്മാരുടെ സ്വഭാവം: വിശുദ്ധി, അനുസരണം, ബഹുമാനം, വിവേകബുദ്ധി, സൗമ്യത, വീര്യം. ഓക്കെ, ദൂതന്മാരുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? ദൂതന്മാരുടെ സേവനങ്ങൾ? 5 types of ministries of angels. 5 വിധത്തിൽ ഇവരുടെ സേവനങ്ങളുണ്ട്. നമ്പർ 1, ഇൻ റിലേഷൻ വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ സേവനങ്ങൾ. ദൈവത്തോടുള്ള ബന്ധത്തെ എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇതിന്റെ ഓരോ വാക്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 148, 1-2. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്വർഗ്ഗത്തിൽ സ്തുതിപ്പിൻ, നിന്ന് യഹോവയെ സ്വർഗത്തിൽ നിന്നും സ്തുതിപ്പിൻ. യഹോവയെ സ്തുതിപ്പിൻ, ഉന്നതങ്ങളിൽ അവനെ സ്തുതിപ്പിൻ, അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പിൻ, അവന്റെ സർവ്വ സകല സൈന്യവുമേ അവനെ ദൂതന്മാരുമായുള്ളവരെ, സ്തുതിപ്പിൻ. സകല ദൂതന്മാരുമായുള്ളവരെ അവനെ സ്തുതിപ്പി. ഓക്കെ, യെശയ്യാ 6:3 വായിക്കണ്ട. 2 കൊണ്ട് പാദങ്ങൾ മൂടി 2 കൊണ്ട് പറന്നു നിന്നുകൊണ്ട് സൈനികരുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എബ്രായർ 1:6 വേണ്ട. ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സകല ദൂതന്മാരും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ഇയ്യോബിന്റെ നമ്മൾ വായിച്ചതാണ്. 1:6 ഒന്ന് വായിച്ചു. ഇയ്യോബ് 1:6 മാത്രം നമ്മൾ ഇതുവരെ വായിച്ചില്ല. ഇയ്യോബ് 1:6. ഒരു ദിവസം അതിന് ഒരു യോബ് സ്ത്രീ ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ എന്റെ വ്യസനം ഒന്നും അതല്ല തൂക്കി നോക്കിയെങ്കിൽ ഒരു ഒരു ദിവസം ദൈവപുത്രൻ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ഓക്കെ, യഹോവയുടെ ദൂതന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ഉണ്ടോ? യഹോവയുടെ സന്നിധി ദൂതന്മാർ എന്ന് എന്തിനാ? ദൈവത്തെ റെസ്പെക്ട് ചെയ്യുവാൻ. Then some special occasions, ചില പ്രത്യേക കാര്യനിർവഹണ ദൂതന്മാരുണ്ട്. പ്രത്യേക കാര്യനിർവഹണ ദൂതന്മാർ. അതെന്താ ഈ പ്രത്യേക കാര്യനിർവഹണം ചെയ്യുന്നവർ എന്ന് ചോദിച്ചാൽ, എബ്രായർ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യം ഒന്ന് വായിച്ചാൽ ഈ പ്രത്യേകത എന്താന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കോ മനസ്സിലായി? ദൂതന്മാർ നിമിത്തമാണ് ഈ ന്യായപ്രമാണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് വല്ല ക്ലിയർ ആയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക. ദൂതന്മാർ നിമിത്തം ലഭിച്ച ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ന്യായവിധി വരുന്നെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും കേട്ടവർ ഉറപ്പിച്ചു തന്നതുമായ എത്ര വചനം നമ്മൾ തള്ളിക്കളഞ്ഞാൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിടികിട്ടിയോ? അപ്പൊ ദൂതന്മാർക്ക് ന്യായപ്രമാണത്തിന്റെ നൽകുന്നതിൽ പങ്ക് വളരെയധികം ഉണ്ടായിരുന്നു. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. ഓക്കെ, അപ്പം
യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചൊക്കെ ദൂതന്മാരാണ് വന്ന് പറഞ്ഞത്. ദൂതന്മാർ ഇന്റർവെൻഷൻ ഭയങ്കരമായിരുന്നു. ദൂതന്മാർ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോസ്തലർ 8:26, 1 തെസ്സലോനിക്കർ 4:16, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് പറഞ്ഞതാണ്. അപ്പം ദൂതന്മാരുടെ ഇന്റർവെൻഷൻ ഭയങ്കരമാണ്. അപ്പൊ നമ്പർ 1 ഇൻ റിലേഷൻ വിത്ത് ഗോഡ് ആയിരുന്നു ഇത്രയും നേരം പറഞ്ഞത്. നമ്പർ 2 ഇൻ റിലേഷൻ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ സേവനം എന്തായിരുന്നു? യേശു ക്രിസ്തുവിന്റെ ജനനം, അതാ ബർത്ത്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ ദൂതന്മാരുടെ ഇന്റർവെൻഷൻ നിങ്ങൾക്കറിയാമോ? ദൂതന്മാരാ കരോൾ സർവീസ് പാടിയത്. കരോൾ സർവീസ് നടത്തിയില്ലേ ദൂതന്മാർ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത് ദൂതന്മാരാണ് പാടിയത്. ദൂതന്മാരാണ് അവരോട് പറഞ്ഞത്, മാനവലോകത്തിന് രക്ഷയ്ക്ക് വേണ്ടി പിറന്നവൻ ഇവിടെ ഗോശാലയിലുണ്ട്, നിങ്ങൾ പോയി കാൺമീൻ എന്ന് പറഞ്ഞ് വെളിമ്പറമ്പിൽ കിടന്ന ആട്ടിടയന്മാരെ ആ ദർശനം നൽകി കൊടുത്ത ദൂതന്മാരാണ്. അപ്പൊ യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാരുടെ ഇന്റർവെൻഷൻ വളരെ. 2, യേശു ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് മുഴുവൻ ദൂതന്മാര് ഇല്ലായിരുന്നോ? യേശുവിന്റെ ഓരോ ഘട്ടങ്ങളിലും ദൂതന്മാരുണ്ടായിരുന്നു. ലൈഫിൽ ടെംപ്റ്റേഷൻസ്, പരീക്ഷകളുടെ സമയത്ത് ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിച്ചുവെന്ന് ബൈബിളിൽ നല്ല ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തീർന്നില്ല. ഗെത്സമനായിലെ പ്രാർത്ഥനയിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കി തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് അവനെ ശക്തിപ്പെടുത്തിയെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. സോ ഗെത്സമനായിലെ പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു ഇറങ്ങി വന്നു, ദൂതന്മാർ ഇറങ്ങി വന്നു. റിസറക്ഷൻ, ഉയർത്തെഴുന്നേൽപ്പിൽ ദൂതന്മാരില്ലായിരുന്നോ? നമ്മുടെ മറിയമാരും എല്ലാം കൂടെ കല്ലറയ്ക്കൽ ഓടി എത്തിയപ്പോൾ അവിടെ ശുഭ്രവസ്ത്രധാരികളായി 2 ദൂതന്മാരവിടെ നിന്നിരുന്നത്. അവൻ പറഞ്ഞ പോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരല്ലേ? ഇവരോട് സംസാരിച്ചെല്ലാം ദൂതന്മാരാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സ്വർഗാരോഹണം, അസെൻഷൻ പറഞ്ഞാൽ സ്വർഗാരോഹണം. ഒലിവുമലയിൽ ഒരുമിച്ചിരുന്നപ്പോൾ പെട്ടെന്ന് മേഘം വന്ന് മൂടി, യേശു മേളിലോട്ട് പോയി. അപ്പോൾ താഴെ 2 ദൂതന്മാർ വന്ന് നിന്നിട്ട് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത് ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞില്ലേ? സ്വർഗാരോഹണത്തിൽ ദൂതന്മാരുടെ ഇന്റർവെൻഷൻ. ഇനി സെക്കൻഡ് കമ്മിങ്ങിൽ, രണ്ടാമത്തെ വരവിന് 2 ഫേസ് ഉണ്ട്. ഒന്ന് രഹസ്യവരവ്, മറ്റൊന്ന് പരസ്യവരവ്. രഹസ്യവരവ് ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടല്ലോ. കർത്താവ് താൻ ഗംഭീരനാദത്തോടെയും പ്രധാന ദൂതന്റെ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മഹത്വ പ്രത്യക്ഷതയിലോ ഉണ്ടോ? അനന്തരം കർത്താവ് തന്നെ വിശുദ്ധ ദൂതന്മാരുമായി ഇറങ്ങി വരുമ്പോൾ ഉണ്ടോ? അവന്റെ കാലുകൾ ഒലിവുമലയിൽ കുത്തും. അതാണ് മഹത്വ പ്രത്യക്ഷത. അവിടെയെല്ലാം ദൂതന്മാരുണ്ട്. നമ്പർ 3, ഈ റിലേഷൻ വിത്ത് ചർച്ച്, സഭയോടുള്ള ബന്ധത്തിൽ ദൂതന്മാരെന്തോ ചെയ്യുന്നത്? എബ്രായർ 1:14, അപ്പോസ്തലർ 10:3, അപ്പോസ്തലർ 10:3 എന്ന് എടുത്തോളൂ. ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സ് 3, സഭയോടുള്ള ബന്ധത്തിൽ ദൂതന്മാരുടെ ഡ്യൂട്ടി. അവൻ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. കോർന്നല്യോസ് എന്ന് പറയുന്ന ഒരാള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ദൂതൻ ഇറങ്ങി വന്നു. ദർശനത്തിൽ ദൂതനെ അവൻ സ്പഷ്ടമായി കണ്ടു. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 22-ാമത്തെ വാക്യം.
ആ ദരിദ്രൻ ആ ദരിദ്രൻ മരിച്ചപ്പോൾ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ സത്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഈ നമുക്ക് നീതിമാന്റെ മരണത്തിങ്കൽ ദൂതന്മാര് വന്നവനെ പർദീസാലേക്ക് കൊണ്ടുപോകുന്നു എന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചു. ലാസർ മരിച്ചു, ദൂതന്മാര് വന്നവനെ അബ്രഹാമിന്റെ മടിയിൽ കൊണ്ടുപോയെന്ന് അവൻ എഴുതി. ഓക്കെ, അപ്പൊ ദൂതന്മാരുടെ പ്രസൻസ് വളരെ വലുതാണ് പ്രിയരെ. ഇൻ റിലേഷൻ വിത്ത് നോൺ ബിലീവേഴ്സ്, അവിശ്വാസികളോടുള്ള ബന്ധത്തിൽ ദൂതന്മാരെന്താ ചെയ്യുന്നത്? ഉൽപ്പത്തി പുസ്തകം 19:13, അപ്പോസ്തലപ്രവൃത്തി 12:22. ഓക്കെ, ഇവരെ കുറിച്ചുള്ള ഇവരെക്കുറിച്ചുള്ള ആവലാതി ആവലാതി യഹോവയുടെ മുൻപാകെ വലുതായിരിക്കൊണ്ട് തീർന്നിരിക്കൊണ്ട് ഞങ്ങൾ ഈ സ്ഥലത്തെ നശിപ്പിക്കും, അതിനെ നശിപ്പിപ്പാൻ യഹോവ ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നശിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ ശരിയായി പോകാത്തത് കൊണ്ട്. അപ്പോൾ ദൂതന്മാർ നോൺ ബിലീവേഴ്സിനെ നശിപ്പിക്കുവാൻ വേണ്ടി വരികയാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 12:22. ഇതു മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്ര എന്ന് ജനം ആർത്തു. ആ, അവൻ ദൈവത്തിന് ഒരുപാട്. മഹത്വം കൊടുക്കായകയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഉണ്ടോ? കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഉണ്ടോ? അവിശ്വാസികളുടെ ബന്ധത്തിൽ ദൂതന്മാരുടെ പരിപാടികൾ. ഇൻ റിലേഷൻ വിത്ത് നേഷൻ, ലോകരാഷ്ട്രങ്ങളോടുള്ള ബന്ധത്തിൽ എന്താണ് ദൂതന്മാർ ചെയ്യുന്നത്? ദാനിയേൽ 12:1, 10-ാം അധ്യായം 21-ാം വാക്യം, 11:1. പെട്ടെന്ന് വായിച്ചോളൂ. 12:1. ആ കാലത്തെ നിന്റെ സ്വന്തം ജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെയും സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി തുണ നിൽക്കാൻ വേണ്ടി ദൂതൻ വരുമെന്ന് പഠിപ്പിച്ചിരിക്കുക. ദൂതൻ 10-ാം അധ്യായം 21-ാം വാക്യത്തിലോ, എന്നാൽ സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ അറിയിക്കാം, നിങ്ങളുടെ പ്രഭുവായ മിഖായേൽ അല്ലാതെ ഈ കാര്യങ്ങൾ എന്നോടുകൂടെ ഉറച്ചു നിൽക്കുന്നവൻ ആരുമില്ല. ഓക്കെ, സത്യഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിച്ചു തരാം. ഇപ്പൊ ദൂതന്മാര് ഗ്രഹിപ്പിച്ചു തരികയാണ്. 11:1. ഞാനോ മിദ്യാന്യനായ ദാര്യാവേസിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ടും ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. ഇനിയും ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ടോ? ബാബിലോൺ രാജാവിന് ശേഷം 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. എത്ര ക്ലിയർ ആയിട്ടാണ് പ്രിയരെ അവരോട് പറഞ്ഞത്. 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. ബാബിലോൺ സംസ്കാരം കഴിഞ്ഞാൽ മെദോ പെർഷ്യൻ സംസ്കാരം, മെദോ പെർഷ്യൻ സംസ്കാരം കഴിഞ്ഞാൽ ഗ്രീക്ക് സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം കഴിഞ്ഞാൽ റോമൻ സംസ്കാരം. ഇതെല്ലാം ചരിത്രത്തിൽ വന്നു. അതാകുന്നതിന് മുമ്പാണ് ദാനിയേലിലൂടെ പറഞ്ഞത്, ഇനി 3 രാഷ്ട്രങ്ങൾ എഴുന്നേൽക്കും. അപ്പൊ ലോകരാഷ്ട്രങ്ങളുള്ള ബന്ധത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വെളിപ്പാട് 8:9 വായിക്കണമെന്നില്ല, കാരണം മഹോദരവകാലത്തിൽ ദൂതന്മാരുടെ ഇന്റർവെൻഷനാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ
ദൂതന്മാരുടെ സേവനങ്ങൾ പുറകോട്ട് നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ് നാം ഇന്ന് പഠിച്ചത്? ദൂതന്മാരെ കുറിച്ചുള്ള ഒരു പൊതു അറിവ്, അല്ലെങ്കിൽ ദൂതന്മാർ അതിനെക്കുറിച്ചുള്ള ഒരു ആമുഖ ചിന്തകൾ, അവരുടെ പേരുകൾ, ദൂതന്മാർ എത്ര തരമുണ്ട്, ടൈപ്സ് ഓഫ് ഏഞ്ചൽസ്, ഇതര മതങ്ങളിലെ ദൂതന്മാരെ കുറിച്ചുള്ള വീക്ഷണങ്ങൾ, ദൂതന്മാരുടെ പ്രകൃതി, ദൂത സമൂഹം, ദൂതന്മാരുടെ വിന്യാസം, then finally ദൂതന്മാരുടെ സ്വഭാവം, ആൻഡ് ഫൈനലി ദൂതന്മാരുടെ സേവനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് പഠിക്കാനായിട്ട് കഴിഞ്ഞു. ഈ ദൂതന്മാരെ കുറിച്ച് നമുക്കൊരു അവലോകനമുള്ള നല്ലതാണ്. ദൂതന്മാർ പാളയം ഇറങ്ങി നമ്മെ വിടുവിക്കുകയാണ്. നമുക്ക് ദൈവം സംരക്ഷണം നൽകുന്നത് ദൂതസേനകളിലൂടെയല്ലേ? 91 സങ്കീർത്തനം നമ്മൾ എപ്പോഴും വായിക്കുന്നതല്ലേ? കാലുകല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എത്ര ക്ലിയർ ആയിട്ടാണ് നമുക്ക് ബൈബിൾ പറഞ്ഞിട്ടുള്ളത്. ദൂതസേനകൾ നമുക്ക് നൽകിയിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഭയങ്കരമാണ്. ഓക്കെ, ദൂതന്മാരെ കുറിച്ചുള്ള ഒരു പുതിയ അറിവുകൾ ഈ ഏഞ്ചലോളജിയിൽ കഴിഞ്ഞതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ ലാലു ജേക്കബ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചുവല്ലോ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ക്ലാസ് വീണ്ടും തുടങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ അറ്റൻഡൻസ് കുറയുന്നുണ്ട്. മറ്റുള്ളവരെ ഒന്നുകൂടെ പ്രോത്സാഹിപ്പിക്കുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവഹിതമായാൽ ഈ 29-ാം തീയതി നമ്മുടെ ഒരു ഗെറ്റ് ടുഗദർ ബി കോട്ടയത്തുള്ള അഗാപ്പെ ബൈബിൾ കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. അതിന് സാഹചര്യമുള്ളവർ ഒക്കെ രാവിലെ 10 മണി മുതൽ നമ്മുടെ ഷാജി കെ ഡാനിയേലും ജെഫ്രിയും ഞാനും ഒക്കെ കാണും. അപ്പോൾ ദൈവഹിതമായാൽ 29-ാം തീയതി കടന്നു വരിക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സക്കറിയ ബെനാൻസ് പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ സക്കറിയ പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, പരിശുദ്ധ പിതാവേ, നന്ദിയോട് സ്തോത്രം 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 സ്തോത്രം. കർത്താവേ ദൈവമേ, ഇന്ന് രാത്രിയിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് ഐശ്വര്യമായി പഠിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വചനം പഠിപ്പിക്കാൻ അങ്ങയുടെ പൃഥ്വിനെയും ദൈവം അധികാരത്തോടെ ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനെ പഠിപ്പിക്കാൻ ബലപ്പെടുത്തനായി സ്തോത്രം. ഇന്ന് രാത്രി വചനം പഠിച്ച എല്ലാ കർത്താവെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണേ. പഠിച്ച വചനം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലും അത് മറ്റുള്ളവർക്കും വളരെ പ്രയോജനമാകുവാൻ സഹായിക്കണേ. കർത്താവ് വൈസ്കൂളിന്റെ എല്ലാ നടത്തിപ്പുകാരെയും ഭാരവാഹികളെയും അനുഗ്രഹിക്കണമേ. ഈ മാസം 29-ാം തീയതി നടക്കുന്ന കർത്താവ് ബി കോട്ടയിൽ നടക്കുന്ന മീറ്റിങ്ങിനെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദാസന്മാരെ സഹായിക്കണം. ലാലു സാറിനെ ശക്തിപ്പെടുത്തണ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. മഹത്വം സ്വർഗം എടുക്കണമേ. പ്രാർത്ഥന യാചനയും കേട്ടനായി സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ ആമേൻ. താങ്ക് യു പാസ്റ്റർ. ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇതിന്റെ പ്രവർത്തനത്തോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. രാത്രി ചെയ്ത ദൈവത്തിന് എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് നമ്മുടെ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ CB ആൻഡ്രൂസ് ക്ലാസ് എടുക്കുന്നതാണ്. എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.